Hey guys, welcome back to our channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ അലീനയുടെ ഹൂ നോസ് മീ ബെറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെ ഹൂ നോസ് മീ ബെറ്റർ ആണ്. ഞാൻ ചോദിക്കും, ഇവര് പറയും. അപ്പോൾ റെഡി അല്ലേ നിങ്ങൾ? റെഡിയാണ്. എനിക്കൊന്നും അറിയില്ല. അറിഞ്ഞില്ല, ഞാൻ ശരിയാക്കി കൊടുക്കണ്ടേ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏകദേശം ചോദിച്ച ക്വസ്റ്റ്യനുകൾ തന്നെയാണ്, എന്നാലും എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമല്ലോ. എന്റെ ഫേവറേറ്റ് കളർ ഏതാ? ബ്ലൂ, പിങ്ക്. ഒരെണ്ണം പറയാം. ബ്ലൂ, റെഡ്. ഇതിപ്പോ നിങ്ങൾ കൈ നോക്കിയില്ലേ? വേറെ ചോദിക്കാം, എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ചോദ്യം വരും. അപ്പൊ ആരാ കൈ നോക്കണേ? അപ്പൊ ആദ്യം കൈ പൊക്കണം. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ബി പോസിറ്റീവ്. അല്ല, എ ബി പോസിറ്റീവ്. ഫസ്റ്റ് ആദ്യം തെറ്റിച്ചു. അല്ല, ഞങ്ങൾ സെയിം ബ്ലഡ് ഗ്രൂപ്പാ. ഞാൻ എ ബി പോസിറ്റീവ് ആണോ? ഞങ്ങൾ മൂന്നാണ് എ ബി പോസിറ്റീവ് ആണ്. മനസ്സിലായില്ലേ? അല്ല, എനിക്ക് എന്തോ ബി പോസിറ്റീവ് അല്ലെങ്കിൽ എ ബി പോസിറ്റീവ് അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. ഇനി എന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണ്? കേട്ടോ, ബിരിയാണി. ബിരിയാണി. കാരണം അവളെ എപ്പോ പോയാലും ഓൾമോസ്റ്റ് അത് പറയാം ബിരിയാണി. ആ ഒരു പെട്ടെന്ന് എന്റെ തലയിലോട്ട് പോയില്ല. ഞാൻ എനിക്ക് ഫസ്റ്റ് എന്റെ ബിരിയാണി വന്നേ. ഞാൻ ആലോചിക്കരുത് അങ്ങനെ, അയ്യോ എന്തായിരുന്നു എനിക്ക് അറിയാലോ എന്നുള്ള മട്ടിൽ. ഇത് ഉലക നടിപ്പിടാ സാമി. അപ്പൊ ഇവൾക്ക് രണ്ടോ? നിനക്ക് ഒന്ന്. ഞാൻ പറഞ്ഞു ബിരിയാണി വന്നു. ഞാൻ പറഞ്ഞതിന് ശേഷം അടുത്തത്, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ്, അതായത് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എന്നെ കൂട്ടാണ്ട് അവരെത്ര പേരുണ്ടായിരുന്നു? 6. ഇവിടെ അടക്കം 7 പേര്. സ്കൂളിലാണ് പഠിച്ചത്. അല്ലെങ്കിൽ ഞാനിവിടെ പേരുകളാണ് പറയാൻ വിളിച്ചത്. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തരുടെ പേരുകളെ ആലോചിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ എനിക്ക് എത്ര അവള് മിക്കതും കൊണ്ടുവന്ന് അവൾ ചാടി കയറി എന്തായാലും പറയും. ഇനി ഞാൻ സ്കൂളിലേക്ക് എങ്ങനെ പോയിക്കൊണ്ടിരുന്നത്? സൈക്കിൾ. ഞാൻ കൈ നോക്കി. പിന്നെ എന്റെ അരങ്ങേറ്റം കഴിഞ്ഞത് ഞാൻ എത്ര ക്ലാസ് പഠിക്കും? 3rd സ്റ്റാൻഡേർഡ്. എനിക്കറിയില്ല. ഗസ് അടിച്ചോ? അപ്പൊ തേർഡ് കഴിഞ്ഞ ടൈമാണ്. ചെറിയ ക്ലാസ്സിലാണ് എനിക്കറിയാം. തേർഡ് കഴിഞ്ഞില്ല. നമുക്കത് ഡിസ്ക്വാളിഫൈ ചെയ്യാം. ശരിയാ. ഓക്കെ, 5. ഇനിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ? എനിക്ക് ഗൈസ് ക്വസ്റ്റ്യൻ ശരിക്കും കിട്ടണില്ല. ഞാൻ എന്റെ ബർത്ത്ഡേ കേക്ക് വാങ്ങിയതാണോ? രണ്ടാളും ബിക്കോസ് ലിഡിന് ഷുഗർ ഡയറ്റിലായിരുന്നു. അപ്പൊ നമ്മളുടെ അടുത്തൊന്നും അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ച് ഡയറ്റിന് ഷുഗറും നമ്മളിവിടെ അവൈലബിൾ അല്ല. അപ്പൊ നവീല് പറഞ്ഞിട്ടാണ് കേക്ക് ഓർഡർ ചെയ്ത്. ചീസ് കേക്ക്. ആണോ? ചീസ് കേക്ക്. ചീസ് കേക്കിന്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ നല്ല അടിപൊളി സാധനം. കുറച്ചുകൂടി ശരിക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി 6. ഓക്കെ, 2. അതെ, 2. കിട്ടുന്നില്ല ഗൈസ് ക്വസ്റ്റ്യൻസ്. എന്റെ പഴയ വീടിന്റെ ഫ്രണ്ടിൽ ഒരു മരം ഉണ്ടായിരുന്നു. ചിക്കു. കൈ പൊക്ക്. ജാതിക്കാന്ന് പറയാൻ എത്ര? 3, 6. ഞാൻ കൈ പൊക്കിട്ട് നോക്കിയിരുന്ന ഉത്തരം പറയണ്ടാവില്ല. അവിടെ കൈ പൊക്കും. അതുണ്ടാവും. പക്ഷെ നീ കൈ പൊക്കണം. എന്റെ ഒരു ഹോബി എന്താണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡാൻസ് കളിക്കുക. ഇഷ്ടമുള്ള സംഭവം എനിക്കറിയാം. ഡാൻസ് തന്നെയാ. 4-6 ആയിട്ടാ.
ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്റെ അമ്മാമ്മയുടെ പേരെന്തില്ല? ഇപ്പൊ ശരിക്കും തരാം. ഇത്ര നാള് ഞങ്ങൾ അമ്മാമാന്ന് അവിടെ ചെല്ലുമ്പോ അമ്മാമാന്ന് വിളിക്കും, പറയുന്നില്ല അമ്മാമാന്ന് പറയും. റോസി റോസിയ ലൂസി. ഇത്ര നാള് അമ്മാമ്മനെ എന്താ സംസാരിക്കുന്നത്? ഞങ്ങൾ അമ്മാമാന്ന് വിളിക്കില്ല, അല്ലാണ്ട് അമ്മാമ്മയുടെ പേര് വിളിക്കാൻ പറ്റുമോ? എന്നാലും ഇത്ര നാളായിട്ട് എന്നെ പരിചയപ്പെട്ട് എന്റെ അമ്മയുടെ പേര് അറിയില്ല, ശരിയല്ലല്ലോ. എന്റെ അമ്മയുടെ പേര് ബേബി. ബേബി ശരിയാ. എല്ലാരും കേട്ടിട്ടുണ്ട്, ഇവര് കൊറേ കേട്ടിട്ടുണ്ട്, എന്നാലും ഇവര് പറയില്ലേ. ഞങ്ങൾ എപ്പോഴും ബേബി വിളിക്കുന്നത്. അതെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ടഫായിരിക്കണം. അപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്നത്, ക്വസ്റ്റ്യൻ കിട്ടണില്ലേ? തീർച്ചയായിട്ടുള്ളതാണ് നീ ടഫാന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കിട്ടാത്തതുകൊണ്ട്. നമ്മൾ മൂന്നാളായിട്ട് പോയി സ്ഥലം ഓർമ്മ നോക്കിയാ സ്ഥലം ഓർമ്മയില്ലാതാ. ലേറ്റസ്റ്റ് ആയിട്ട് പോയതോടെ ലേറ്റസ്റ്റ് ആയിട്ട് 3 പേരും കൂടെ പോയത് നമ്മള് പോയത് ഇവിടെ സിനിമ കാണാൻ, ആവേശം കാണാൻ. എം സ്കൂപ്പ് കടയിൽ കയറി ലാസ്റ്റ്. അവരുടെ എനിക്കറിയില്ല, പറഞ്ഞു. നമ്മള് കനകമല പോയ ദിവസം ഓർമ്മയുണ്ട? ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. അല്ല, കനകമല നമ്മ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മ കട്ടനും മുട്ടിൽ കയറി. ഓക്കെ. അപ്പൊ കയറിപ്പോ ഞാൻ എന്നിട്ട് ഓർഡർ ചെയ്തു ഫ്രഞ്ച് ഫ്രൈസ്, ചായ. ഫ്രഞ്ച് ഫ്രൈസ് നമ്മളെല്ലാവരും ഓർഡർ ചെയ്തത്, ചായ ഓർഡർ ചെയ്തു. അപ്പൊ എന്റെ ഞാനാണ് വിന്നർ. കട്ടൻ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ടായിരുന്നു. ഷുഗർലെസ്. കട്ടന് ചായ വ്യത്യാസമുണ്ട്. കട്ടൻ കാപ്പിയല്ലേ? കട്ടൻ കാപ്പില്ലായിരുന്നു, കട്ടൻ ചായയായിരുന്നു. ചായ എങ്ങനെയാ? പാല് വെച്ചാല ചായയാവാ. ചായ കട്ടൻ, മറ്റേത് കട്ടൻ പാല് വെച്ചാൽ പാൽ ചായ, മറ്റേത് കട്ടൻ. കട്ടനും പാൽ ചായ വ്യത്യാസമുണ്ട്. കട്ടൻ ചായ, കട്ടൻ കാപ്പി അങ്ങനെ പറയാ. അപ്പൊ അത് ചായ ചായ എന്ന് പറഞ്ഞ എങ്ങനെയാ? 2 ചായ. ഷുഗർലെസ്. ഷുഗർലെസ് ആയിരുന്നു അത്. ഷുഗർ ടൈപ്പിലായിരുന്നു. അപ്പൊ ഇതാണ് കഴിച്ചത്. എന്തായാലും ഞാനാ ജയിച്ചത്. അതെ, ഇവളാണ് ജയിച്ചത്. അതവിടെ ആദ്യം കൈ വെക്കുന്നുണ്ട്. അറിയാം, എന്നാലും പെട്ടെന്ന് അവനോട് ജയിക്കാം. ഇതിന് പറയുന്ന ആൾക്കാരെ ആന്റണി ചോദിക്കില്ല, അത് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ കുറച്ച് കുറഞ്ഞു പോയോ തോന്നിയില്ലേ? അതെന്താ പറയോ, പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇവിടെ ചോദിച്ചു. ശരിയാ, ഞാൻ കുറച്ച് ടൈം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. എന്റെ വീട്ടില് വേണ്ട. വീട്ടില് എത്ര പേരുണ്ട്? അതിപ്പോ എല്ലാവർക്കും അറിയാം, 5. ഈ ബർത്ത്ഡേക്ക് കൈ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്ന ഈ ബർത്ത്ഡേക്ക് എന്റെ അമ്മ എനിക്കൊരു ഡ്രസ്സ് വാങ്ങി തന്നെ. അതിന്റെ കളർ വൈറ്റും റെഡും, ഫ്രണ്ടില് റെഡ് ഡെക്കറേഷൻ, വൈറ്റ് ടോപ്പ്. കൈ പൊക്കി. എന്റെ ബർത്ത്ഡേക്ക് പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാം. എന്റെ ബർത്ത്ഡേക്ക് എന്റെ അമ്മ എനിക്ക് വാങ്ങി തന്നെ. അമ്മ ബിനിയ വാങ്ങിച്ചെന്നില്ലേ? ബിനിയ വാങ്ങിച്ചെന്നില്ലേ? അമ്മ ബിനിയ വാങ്ങിച്ചു. അമ്മ പിന്നെ അത് ഗിഫ്റ്റ് അല്ലേ? എന്റെ അമ്മ ഡ്രസ് വാങ്ങി തന്നെ. ഡ്രസ് ജീൻസ് അല്ല, എനിക്ക് ബർത്ത്ഡേക്ക് മുന്നേ വാങ്ങി തന്നത് ഓറഞ്ച് ഡ്രസ്. അതാണ് എനിക്ക് എന്റെ അമ്മ. ഓറഞ്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് ഉടുപ്പ് അതെന്നോട് പറഞ്ഞിട്ടുണ്ടായില്ല. ഇന്നല്ല പറഞ്ഞേ, മുന്നാണ് പറഞ്ഞേ. ബർത്ത്ഡേ ടൈം നല്ല പറഞ്ഞേ. ഓക്കെ ഗൈസ്, ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇവർക്ക് ആർക്കെങ്കിലും അട മര്യാദയ്ക്ക് അറിയോ? ഇവർക്ക് അറിയാം. വാങ്ങിച്ചതല്ലേ ബർത്ത്ഡേക്ക്? നീ അന്ന് ബർത്ത്ഡേക്ക് ഇട്ട ഡ്രസ് അല്ലല്ല, പപ്പ വാങ്ങി തന്നു. മഞ്ഞ ഡ്രസ് ആ സ്റ്റുഡിയോ വാങ്ങിച്ചതല്ലേ? ഒരു ഓറഞ്ച് അത് പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ ഒരു ദിവസം എന്തോ കാര്യത്തിന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഓറഞ്ച് ഡ്രസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് വാങ്ങിച്ചു തന്നാ മകൾ പറഞ്ഞു. അമ്മ ബർത്ത്ഡേക്ക് അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ച ഡ്രസ് ആണെന്ന് പറഞ്ഞു. ഞാൻ ശരി, ഓക്കെ. ഞാൻ വിചാരിച്ചത് ഇവിടെ ട്രിപ്പ് പോയില്ലേ, അതിന് വേണ്ടി ഇത് വേറെ എന്തെങ്കിലും ഞാൻ എന്തിട്ടാണ് ആലോചിക്കണം. ഇതിപ്പോഴും ചോദിക്കുന്നത് എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസാ. എന്നോട് ഷെയർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ്. ഞാനൊരു എന്റെ മുടി കേളായിട്ടുള്ള ഹെയർ. അപ്പൊ ഞാൻ എപ്പോഴും എനിക്കൊരു ക്രീം വാങ്ങണം എന്ന് പറയാറുണ്ട്. ആ പേരെനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് അറിയാം. എനിക്ക് പേരറിയില്ലായിരുന്നു.
അപ്പോ രണ്ടുപേരും ഓൾമോസ്റ്റ് അറിയാം എന്നെ. അപ്പൊ